ഒരു ലേസർ മെഷീനിൽ നിന്നും വരുന്ന റേഡിയേഷൻ എത്ര വേവ് ലെങ്ത് ആണെന്ന് അനുസരിച്ചിട്ട് അത് ഏത് മെറ്റീരിയലാണ് ടാർഗറ്റ് ചെയ്യുക എന്നത് മാറും. ഉദാഹരണത്തിന് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന എൻഡിയാഗ് ലേസർ എന്ന് പറഞ്ഞ ലേസർ അത് ടാർഗറ്റ് ചെയ്യുന്നത് പിഗ്മെൻറ്റുകളെയാണ്. അപ്പോൾ അത് കൂടുതലായിട്ട് ഫ്രെക്കിൾസിനും അതുപോലെ ടാറ്റ് പോലുള്ള മറ്റുള്ള പിഗ്മെൻറ്റുകൾക്കാണ് അത് യൂസ്ഫുൾ ആവുക. എന്നാൽ നമ്മുടെ സ്കിന്നിൻ്റെ പ്രോബ്ലം, സ്കാർ, സ്ട്രെച്ച് മാർക്ക് പോലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അതിന് യൂസ്ഫുൾ ആവുക കുറച്ചുകൂടി ഡെപ്തിലേക്ക് പോയിട്ട് വാട്ടറിനെ മെറ്റീരിയലായി ടാർഗറ്റ് ചെയ്യുന്ന ലേസറുകളായിരിക്കും. അത് CO2 ലേസർ പോലുള്ള 10,600 നാനോമീറ്റർ വരെ വേവ് ലെങ്ത് വരുന്ന ലേസറുകളാകും അതിന് വേണ്ടത്. എന്നാൽ റൊസേഷ്യ പോലുള്ള ചില സ്കിന്നിൻ്റെ കണ്ടീഷനുകൾ അതിന് ടാർഗറ്റ് ചെയ്യേണ്ടത് ബ്ലഡ് വെസലുകളായിരിക്കും. അപ്പോൾ ഹീമോഗ്ലോബിനെ മെറ്റീരിയലായി ടാർഗറ്റ് ചെയ്യുന്ന PDL പോലുള്ള ലേസറുകളാകും അതിന് വേണ്ടി വരിക. അപ്പോൾ സ്കിന്നിൻ്റെ പ്രോബ്ലത്തിന് ലേസർ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് പ്രോബ്ലം, ഏത് മെറ്റീരിയലിനാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്, അതിന് പറ്റിയ ഏത് ടെക്നോളജിയാണ് ക്ലിനിക്കിലുള്ളത് എന്നതനുസരിച്ചിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുക.